ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് കുടുംബശ്രീയിൽ നിന്നാണ്. ഇത് കുടുംബശ്രീയിലെ കരാർ നിയമനമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിലും ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ദെൻ തസ്തിക ഏതാണെന്ന് ചോദിച്ചാൽ ആനിമൽ ഹസ്ബൻഡറി സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. ഒഴിവെന്ന് പറയുന്നു സംസ്ഥാനത്തെ മിഷനിൽ ഒരൊഴിവാണ് ഇപ്പം വിളിച്ചിരിക്കുന്നത്. ഒരൊഴിവേ ഇപ്പോൾ വിളിച്ചിട്ടുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നിയമന രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കരാർ നിയമനം എന്ന് പറഞ്ഞു. ഈ കരാർ നിയമനം എന്ന് പറയുന്നത് വാർഷിക കരാർ വ്യവസ്ഥയിലായിരിക്കും. അതായത് 31/3/2026 വരെ ആയിരിക്കും നിങ്ങൾക്ക് കരാർ കാലാവധി. അപ്പോൾ അത്രയും നാൾ നിങ്ങൾക്ക് ജോലി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രവൃത്തി പരിചയവും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യണം. വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വെറ്റിനറി സയൻസ്, അതുപോലെ അല്ലെങ്കിൽ ഫിഷറീസ്, അതല്ലെങ്കിൽ ഡയറി ടെക്നോളജി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 40 വയസ്സ് വരെയാണ് പറ്റുന്നത്. അതായത് 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. ഇനി പ്രവൃത്തി പരിചയം നിങ്ങൾക്കുണ്ടെങ്കിൽ മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന, അതായത് പ്രയോറിറ്റി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 30,000 പെർ മന്ത്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 30,000. പിന്നെ നെക്സ്റ്റ് ഇവിടെ ജോലിയുടെ സ്വഭാവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനകത്തും പുറത്തുമൊക്കെ പോയി ചെയ്യേണ്ട ജോലികളൊക്കെയാണിത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. അത് അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട്. ഇനി അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് പരീക്ഷാ ഫീസായിട്ട് പറയുന്നത്. നിയമന പ്രക്രിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ എത്ര കാൻഡിഡേറ്റ് ഉണ്ടോ അത്രയും കാൻഡിഡേറ്റിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ കാൻഡിഡേറ്റ് കുറവാണെങ്കിൽ അഭിമുഖം ഇൻ്റർവ്യൂ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി കാൻഡിഡേറ്റിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും കാണും. അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവും കാണുമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് www.cmd.kerala.gov. എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷ അവർ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി, ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 21/4/2025 വൈകുന്നേരം 5 മണിക്ക് മുൻപ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം എന്നിവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണെന്നും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായേക്കാം എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ടെന്ന് ഇവിടെ അവർ തന്നെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും 500 രൂപയാണ് ഫീസ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നവരെല്ലാം യോഗ്യത ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക, നല്ലതാണ്. നമുക്ക് കുടുംബശ്രീ കരാർ നിയമനം ആണെങ്കിൽ പോലും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജറായിട്ട്. അപ്പം ഇതായിരുന്നു ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. താങ്ക് യു.